നമ്മളപ്പോൾ കാബോഡി റാമ ഫോർട്ടിലേക്ക് വന്നതാണ്. പറഞ്ഞ പോലെ ഡിസംബർ ടൈമാണ്, നല്ല തിരക്കുണ്ട്. ഇതാണ് എൻട്രി ചെയ്യുന്ന പോയിന്റ്. അറ്റം വരെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതാണ്. ഈ സൈഡിലും നല്ല തിരക്കുണ്ടെന്ന്. സാധാരണ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജൂണിലാണ് വന്നത്. ആ ടൈമിൽ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ താഴെ പീരങ്കി സംഭവമൊക്കെ കിടക്കുന്നുണ്ട്. ഉള്ളിൽ കയറണം. ഓക്കെ, ഉള്ളിലേക്കല്ല ഫ്രണ്ട്സ്. അപ്പോൾ അവിടെ നിന്ന് എൻട്രി എടുത്തു. ക്യാഷ് ഒന്നുമില്ല കേട്ടോ, കയറാൻ ഫീസൊന്നുമില്ല. നേരെ നമ്മളിത് ഉള്ളിലേക്കെത്തി. ഇതാണ് സെൻറ്റ് ആൻ്റണീസ് ചർച്ച് കാബോഡി റാമ. ചർച്ചിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും ഫോട്ടോസ് എടുത്തുകൊണ്ട് വെക്കണേണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് ഇവിടെ ഉണ്ട്. ഇന്ന് നന്നായിട്ട് തിരക്കുണ്ട് കേട്ടോ, ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നമ്മളവിടെ കയറുന്ന ടൈമിലുണ്ടല്ലോ, നമ്മളുടെ ID കാർഡ് കാണിക്കണം. അപ്പോൾ അവർ ആ നമ്പർ എഴുതി വെക്കും, അതുകൂടാതെ ഫോൺ നമ്പർ എഴുതി വെക്കും. എന്നിട്ട് നമുക്കൊരു നമ്പർ തരും. ഇപ്പോൾ എനിക്ക് കിട്ടിയത് എത്രയാണ്, 300 സംതിങ് ആണ്. അപ്പോൾ നമ്മൾ ആ നമ്പർ തിരിച്ചു പോകുമ്പോൾ പറയണം. അതായത് ഇത്രയും പേര് കയറിയവരെല്ലാം എക്സിറ്റ് ചെയ്തു എന്ന് അവർക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്പർ അവർ ചോദിക്കുന്നത്. അതിലൂടെ ഫോർട്ടിൻ്റെ മേളിലേക്ക് കയറി കഴിഞ്ഞാൽ കടൽ കാണാൻ സാധിക്കും. നമ്മളപ്പോൾ നേരെ ഈ സൈഡിലേക്കാണ് പോകുന്നത്. അവിടെ പോയാൽ കാബോഡി റാമ അല്ലെങ്കിൽ കാബോഡി റാമ ബീച്ച് അല്ലെങ്കിൽ പെബിൾസ് ബീച്ച് കാണാം. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അത് കാട് പോലത്തെ ഒരു വഴിയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, വഴിയിലൊക്കെ കംപ്ലീറ്റ് കല്ലാണ്. അപ്പോൾ ഇവിടെ കൂടി ഒരിത്തിരി നടന്നു കഴിയുമ്പോൾ നമ്മൾ പെബിൾസ് ബീച്ചിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പോയിന്റിലേക്ക് എത്തും. അവിടെ നമ്മൾ താഴേക്ക് ഇറങ്ങണം ഉള്ളിലൂടെ. ഓക്കെ, താഴേക്ക് ഇറങ്ങണേണ്. ഓക്കെ, കണ്ടോ, അവിടെ നമുക്ക് ബീച്ച് കാണാം. ഇവിടെ നമുക്ക് ആ ബീച്ച് ഒരു ലോങ് വ്യൂവിൽ കാണാം. ഇതുണ്ടോ, ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങണം കേട്ടോ. അവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട്. കഴിഞ്ഞ ജൂണിൽ നമ്മൾ വന്നപ്പോൾ അത് ഓപ്പൺ ആയിരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. സാധാരണ അവിടെയും ഇവിടെ ആയിട്ടൊരു ടീ ഷോപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇത് കണ്ടോ, ദ പെബിൾ പോയിന്റ്. ഇത് ഇതേപോലത്തെ ചെങ്കല്ലിൻ്റെ സ്റ്റെപ്പാണ്. ഇതുവഴി നേരെ താഴേക്ക് ഇറങ്ങണം. ഇവിടെ കരിക്കും ചായയൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ബീച്ച് അവിടെ നിന്ന് കാണാം. ലൈം സോഡ, ടെൻഡർ കോക്കനട്ട്, നിംബു പാനി, വാട്ടർ ബോട്ടിൽ, പോപ്കോണൊക്കെ അവൈലബിൾ ആണ്. അത് കടയിലേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴി വേണം നമ്മൾ താഴേക്ക് ഇറങ്ങാൻ. അത് കണ്ടോ, ഇവിടെ നിന്നൊരു ലോങ് വ്യൂ ഉണ്ട്. നമുക്കെല്ലാം ഇവിടെ നിന്ന് തന്നെ കാണാം ബീച്ച്. അപ്പുറത്തേക്ക് വേണമെങ്കിൽ പോകാം. ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ഡിസംബറിൽ വന്നപ്പോൾ ഞാൻ ആ സൈഡിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ജൂണിൽ ഞാൻ വന്നപ്പോൾ അവിടെയൊക്കെ കംപ്ലീറ്റ് കടൽ കയറിയത് കൊണ്ടിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. ഇപ്രാവശ്യം നമ്മൾ താഴേക്ക് ഇറങ്ങണേണ്. അത് കഴിഞ്ഞ് അവിടെ പോകുന്നു. അവിടേക്ക് പോകാൻ പറ്റുമെങ്കിൽ പോവും, അല്ലെന്നാണ് ഉണ്ട് കേട്ടോ, പോകാൻ പറ്റുമോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ആ ബീച്ചിൻ്റെ. ഇതുണ്ടോ, ഈ ഒരു വ്യൂവിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഓക്കെ, കണ്ടോ, ഇതാണ് പെബിൾസ് ബീച്ച് എന്ന് പറയുന്നത്. കാബോഡി റാമ ഫോർട്ടിൻ്റെ സൈഡിലുള്ള ബീച്ച്. കാബോഡി റാമ ബീച്ച് അല്ലെങ്കിൽ പെബിൾസ് ബീച്ച് എന്നാണ് പറയുന്നത്. അവിടേക്ക് ആളുകളുണ്ട് കണ്ടോ. ആ സൈഡിലേക്ക് വേണമെങ്കിൽ പോകാം. നമുക്ക് ഇറങ്ങിയിട്ട് നോക്കാം പോകാൻ പറ്റുമില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങണേ. നോക്കി ഇറങ്ങില്ലെങ്കിൽ താഴെ അടിച്ച് കിടക്കും. ഓക്കെ, ഈ വ്യൂ മേളിൽ നിന്ന് എടുക്കുന്ന വ്യൂ എനിക്ക് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഈ മേളിൽ നിന്ന് അടിക്കുന്നത്. എല്ലാവരും തളർന്നാണ് കയറി വരുന്നത്. താഴേക്കെത്തി ഒരിത്തിരി കൂടി ഇറങ്ങിയ നമ്മൾ പെബിൾസിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ അതെ, ഇവിടെ നിറച്ച് പെബിൾസാണ്. അതുകൊണ്ടിട്ടാണ് ഇത് പെബിൾസ് ബീച്ചായത്. കണ്ടോ, അതെ, നോക്കി കിടന്നില്ലെങ്കിൽ ഇനി താഴെ കിടക്കും, അത്രേ ഉള്ളൂ. ഇതുണ്ടോ, ആ സൈഡിലേക്കൊക്കെ പോകാം കേട്ടോ. ഇപ്പോൾ കടലിൽ ഇറങ്ങി കിടക്കണേന്. കടൽ നല്ല ശാന്തമാണ്. കഴിഞ്ഞ ഡിസംബറിലെ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഇട്ടേക്കാം. അപ്പോൾ മനസ്സിലാവും കടൽ എന്ത് റഫായിരുന്നു ആ ഒരു ടൈമിലൊന്നും. നമുക്ക് ആ ടൈമിൽ അങ്ങനെയൊക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതെല്ലാം കംപ്ലീറ്റ്ലി വെള്ളത്തിൻ്റെ അടിയിലാണ്.
പക്ഷേ ഇതിന് മുന്നുള്ള 2019 ഡിസംബറിൽ ഞാനിവിടെ വന്നപ്പോൾ 19 22 ഡിസംബറിൽ ഞാൻ വന്നപ്പോൾ ആ നിൽക്കുന്നുണ്ടോ അവർ, അവിടെയൊക്കെ ഞാൻ പോയതാണ്. ഇവിടെ അല്ല കേട്ടോ, ഇതവിടെ ആ സൈഡ് അവിടെയൊക്കെ പോയതാണ്. ഇപ്പോഴും പോവാം. ഡിസംബർ ടൈമിൽ കടൽ നല്ല ഇറങ്ങി കിടക്കണമായിരിക്കും. ആ ടൈമിൽ നമുക്ക് അങ്ങടേക്കൊക്കെ പോവാം. എല്ലാവരും കല്ലിൻ്റെ മേളിലൊക്കെ കയറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഇല്ലാത്തത് കൊണ്ടിട്ട് തന്നെ കല്ലൊന്നും തെന്നിയല്ല കിടക്കുന്നത്. നമ്മൾ ജൂണിൽ വരുമ്പോൾ ഇതല്ല അവസ്ഥ. ജൂണിൽ വരുമ്പോൾ കല്ല് നല്ല തെന്നിയായിരിക്കും കിടക്കുന്നത്. അപ്പോൾ താഴെ വീഴാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. ഓക്കെ, താഴേക്ക് കംപ്ലീറ്റ് കല്ലുകളാണ്. അതുകൊണ്ട് അവർ ആ സൈഡിൽ മേളിലേക്ക് കയറിയിരിക്കുന്നുണ്ടോ. വേണമെങ്കിൽ കയറാം, കുറച്ച് അഡ്വഞ്ചറാണ്. അഡ്വഞ്ചറിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിലേക്ക് കയറാം. അവിടെ ഒരു വാഴയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയിട്ട് വരാം. നല്ല ഗ്രീനായിരിക്കും ആ ജൂൺ ടൈമിൽ. ഇപ്പോൾ ആ ഒരു ഇതൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ നമുക്കുള്ളിൽ ഇങ്ങടേക്കൊക്കെ ഇറങ്ങാനുള്ള ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് എല്ലാവരും വന്ന് വളരെയധികം എൻജോയ് ചെയ്യണേണ്. നമ്മളപ്പോൾ ആ മേളിൽ നിന്ന് കണ്ടോ, അവിടെ നിന്നാണ് കയറി വന്നത് കേട്ടോ. അവിടെ നിന്നല്ല, ഇത് അവിടെ നിന്ന് കണ്ടോ, അതിന് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് വന്നത്. അവരവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ അവിടെ സൺ, ഇവരിവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അതിൻ്റെ മേളിൽ കയറണം കേട്ടോ. പക്ഷേ അത് കുറച്ച് അഡ്വഞ്ചറാണ്, വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഇതുണ്ടോ, സൺസെറ്റ് ആയി തുടങ്ങി ഏകദേശം. ഇവിടെയും ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതുണ്ടോ ഫോട്ടോസ്, എല്ലായിടത്തും ഫോട്ടോസാണ്. അപ്പോൾ തിര അടിക്കുന്നുണ്ട്, ചെറിയ രീതിയിലാണ് കേട്ടോ, ഭയങ്കര തിരയൊന്നുമില്ല. പക്ഷെ അടിപൊളിയാണ് ഈ ബീച്ച്. എൻ്റെ ബാഗ കലാങ്കുട്ടെ ബീച്ചിനാലും ഒക്കെ എനിക്ക് ഫേവററ്റ് ആണ് ഈ ഒരു ബീച്ചും. ഇത് കഴിഞ്ഞ് ബട്ടർഫ്ലൈ ബീച്ച്, കാരണം ഇവിടെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പോൾ ഇതിലൊക്കെ ഇത് നോക്കി കംപ്ലീറ്റ് പായൽ പിടിച്ച് കിടക്കണത് ഉണ്ടോ, വലിയ പായലാണ്. മറ്റേ വെള്ളം നല്ല രീതിയിലുള്ളത് കൊണ്ടിട്ട് ഇതിങ്ങനെ ഇതായിട്ട് നിൽക്കും. ഇപ്പോൾ വെള്ളം ഇറങ്ങിയപ്പോൾ ഇതായി കിടക്കണേ, എല്ലാം കിടക്കണേ, താഴേക്ക് കിടക്കുന്ന രീതിയിലാണ്. ഞാൻ എന്താ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് എടുത്തതാണ് കണ്ടോ. നല്ല ഭംഗിയുണ്ട് കക്ക, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാരിയെടുത്താണ് കക്ക. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് കിടക്കുന്നുണ്ട് കണ്ടോ. പക്ഷെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതിലാണ് ഇവന്മാർ ഒളിച്ചിരിക്കണതെന്ന് എനിക്കൊരു പിടിയില്ല, മനസ്സിലായോ? അതായത് ഇവന്മാർ ചെറിയ ഇത് അതിൻ്റെ ഉള്ളിലുണ്ട്, ചെറിയ ഞണ്ടിനെ പോലത്തെ ഇത് കണ്ടോ, അതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇറങ്ങാം. നമ്മളെടുത്ത് ബാലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചത്തുപോകും. ഇതിലിത് ക്രാബും ഫിഷും ഒക്കെ ഉണ്ട്. ഞണ്ട്, നമ്മുടെ ഞണ്ട്, ഞണ്ട് ചേട്ടനിരിക്കണം, ഒളിച്ചിരിക്കണ ഞണ്ട് കേട്ടോ. മീനുണ്ട് കേട്ടോ അവിടെ, മീനുണ്ട്, ഞണ്ടുണ്ട്. ഞണ്ടിനെ നമുക്ക് ഓടിക്കുക. ഞണ്ട്, ഞണ്ട് 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 അവന് ഓടണല്ലോ. ഓ അവൻ ചത്ത് കിടക്കണേ, അവനെന്തോ പറ്റിയിട്ട് ഇതായി കിടക്കണേ. ഓ അവനെന്തോ പറ്റി കിടക്കണ കേട്ടോ, വയ്യെന്ന് തോന്നുന്നു. ഓ ചത്ത് കിടക്കണത്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ആ സൈഡിലേക്കൊക്കെ പോയതാണ്. വേണമെങ്കിൽ നമുക്ക് അവിടേക്ക് പോവാം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാം. ആ കൊച്ചു ഫോട്ടോ എടുത്ത് കൊടുക്കണേ കണ്ടോ അവരുടെ. അപ്പോൾ വേണമെങ്കിൽ അങ്ങടേക്ക് പോവാം. പിന്നെ റിസ്ക്കാണ്, ഇവിടേക്ക് തെന്നിക്കഴിഞ്ഞാലല്ലോ മുട്ടിടിച്ച് വീണാൽ മുട്ട് പിന്നെ കൊണ്ടുപോയി റീപ്ലേസ് ചെയ്താൽ മതി. അങ്ങനെ പെട്ടുപോകും നമ്മൾ, കാരണം തെന്നാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഉണങ്ങി കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇവരൊക്കെ അവിടെ നിന്ന് മീനൊക്കെ പിടിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ്. ആ സൈഡിൽ അവർ ചൂണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെബിൾസ് ബീച്ച് ഏകദേശം നല്ല രീതിയിൽ നടന്ന് എക്സ്പ്ലോർ ചെയ്തു. ഇവിടെ ഇപ്പോൾ നല്ല തിരക്കുണ്ട്, ഡിസംബർ ആയതുകൊണ്ടിട്ട് തന്നെയാണ് നല്ല തിരക്ക്. നമ്മളന്ന് ജൂണിൽ വന്നപ്പോൾ ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെബിൾസ് ബീച്ച് ഏകദേശം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ മേളിലേക്ക് കയറുക. കാബോഡി റാമ ഫോർട്ടിൻ്റെ സൈഡിൽ നിന്ന് ഈ പുറത്തേക്കുള്ള ഇത് തന്നെ ആ ഒരു വ്യൂ ഉണ്ട്, അതും കൂടി എടുത്തിട്ട് നമ്മളിവിടുന്ന് എക്സിറ്റ് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനപ്പോൾ തിരിച്ചത് മേളിലേക്ക് കയറി കേട്ടോ. അവിടെ നിന്ന് ഇപ്പോഴും ആൾക്കാർ താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിപ്പുണ്ട്. 5 o'clock ആയി. നമ്മൾ തിരിച്ച് വന്ന ആ വഴി കൂടിയാണ് കേട്ടോ. ഇവിടുന്ന് റൈറ്റ് പോയാലും ഇവിടുന്ന് ലെഫ്റ്റ് പോയാലും നിങ്ങൾക്ക് ആ മേളിൽ കയറി എന്നിട്ട് കടലിൻ്റെ ഒരു വ്യൂ കാണാം. ഞാൻ പക്ഷേ പോയില്ല, ഞാൻ നേരെ പോകണേണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടലിൻ്റെ വ്യൂ നമുക്ക് ആ എൻട്രി ചെയ്തില്ലേ ആ പോയിന്റിൽ നിന്ന് എടുക്കാം. അത് കുറച്ചും കൂടി അടിപൊളിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ കൂടിയാണ് നമ്മൾ എൻട്രി എടുത്തത് കേട്ടോ. നമ്മളിനി ആ വഴി ചർച്ചും കട്ട് ചെയ്തിട്ടാണ് നേരെ ബീച്ചിലേക്ക് പോയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർട്ടിൻ്റെ മേളിലേക്ക് പോകണേണ്. അത് ഇവിടെ നിന്ന് ആ ഒരു വ്യൂ എടുക്കാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇങ്ങടേക്ക് വന്നത്. അപ്പോൾ ഇവിടെ കൂടി നമുക്ക് മേളിലേക്ക് കയറാം. ഇപ്രാവശ്യം വന്ന് ഷൂട്ട് ചെയ്ത വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ജൂൺ ജൂലൈയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊക്കെ ഒരു പച്ചപ്പും ആ ഒരു ഗ്രീനിഷ് ഇതും
ഇത്രയും റഷോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പോൾ വരുമ്പോൾ ഇതെല്ലാം ഉണങ്ങി ആ ഒരു രീതിയിലായിരിക്കും നിൽക്കുന്നത്. ഇവിടെ 2 ആൽമരം ഉണ്ട് കേട്ടോ, നല്ല സ്റ്റൈലൻ വലിയ ആൽമരങ്ങൾ. നമുക്ക് മേളിലേക്ക് കയറാം. നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ കൂടി മേളിലേക്ക് കയറാം, അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ആണെങ്കിൽ ആ സൈഡിൽ അവർ പോകുന്നുണ്ടോ താഴെ കൂടി പോയിട്ട് അവിടെ പോയി ആ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാം. ഇത് മറ്റേ റാമ്പ് പോലെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ കൂടി മേളിലേക്ക് കയറാം. ഓക്കെ അപ്പോൾ ഇതാണ് വ്യൂ. ഓക്കെ, ഇവരിവിടെ താഴെ നിൽക്കുന്നുണ്ട് കണ്ടോ, അവിടേക്കും പോവാം. ആ സൈഡിൽ കൂടി ഇറങ്ങി ഫോർട്ട് വേണമെങ്കിൽ നമുക്ക് ചുറ്റി അങ്ങനെ കറങ്ങാം കേട്ടോ. അപ്പോൾ ഇവിടെ കൂടി കണ്ടോ അങ്ങനെ. എന്നിട്ട് നമ്മൾ നേരെ മേളിലേക്ക് വന്നിട്ട് ഈ ഒരു വ്യൂ ആണ് നോക്കുന്നത്. ഈ സെയിം വ്യൂ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഇതുണ്ടോ ഇവിടെ ഒന്ന്, ഇതുണ്ടോ ആ പെബിൾസ് ബീച്ചിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ഒക്കെ തന്നെ ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, അത്രേ ഉള്ളൂ. അവിടെ ബീച്ചുണ്ട് കേട്ടോ ചെറുതായിട്ട്. ഇവിടെ നമ്മുടെ പീരങ്കി കിടക്കുന്നുണ്ട്, അത് കയറ്റാനുള്ള ഹോളാണ് ഈ കാണുന്നത്. ഇവിടെ ഒരെണ്ണമുണ്ട്, അവിടെ ഒരെണ്ണമുണ്ട്, അവിടെ ഒരെണ്ണമുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മൾ കാബോഡി റാമ ഫോർട്ടിൻ്റെ മേളിലും കയറി. ഇത് വേറെ അധികം സംഭവങ്ങളൊന്നുമില്ല, ഒരു ഗ്രൗണ്ട് പോലത്തെ സ്പേസ് ആണ്. അതിന് ചുറ്റിനും ഇതേപോലെ മതിൽ കെട്ടിയിട്ട് ചില സ്ഥലത്തൊക്കെ ഇതുണ്ടോ പീരങ്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ദേപ്പുറയിൽ കണ്ടോ പീരങ്കി കിടക്കുന്നത് കണ്ടോ. അങ്ങനെ പീരങ്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ഹൈറ്റിൽ വരും കേട്ടോ. നമ്മളിപ്പോൾ ഹൈറ്റിലാണ് നിൽക്കുന്നത് കണ്ടോ മേളിൽ. ചുറ്റിനും അതേപോലെ പോയിട്ടുണ്ട് കണ്ടോ, അതേപോലെ ചുറ്റി അങ്ങോട്ട് പോയിട്ടുണ്ട് മതിൽ. അപ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് ഈ ഒരു വ്യൂ കാണാൻ പറ്റും കടലിൻ്റെ. അതായത് കടലിൽ വരുന്നവരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മറ്റേ പീരങ്കി വെച്ച് അടിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വ്യൂ നമ്മളെടുത്തു ഇവിടെ മേളിൽ വന്നിട്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ കാബോഡി റാമ ഫോർട്ട് ആൻഡ് പെബിൾസ് ബീച്ച് വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ഗോവയൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റാണ്. ഞാനിപ്പോൾ വരുമ്പോഴും ഇവിടെ വരാറുണ്ട്. നല്ലൊരു സ്പേസാണ്, നമുക്ക് എൻജോയ് ചെയ്യാം, കുറച്ച് നേരം ഇരിക്കാം എല്ലാത്തിനും. ഒരു പ്രിഫറബിൾ ടൈം എന്ന് പറയുന്നത് ഈവനിങ് ആണ് കേട്ടോ. ഒരു 3, 4, 5 ആ ഒരു ടൈമിൽ വരിക. ഇവിടെ നിന്ന് 1 hour ഡിസ്റ്റൻസ് ഉണ്ട് ബട്ടർഫ്ലൈ ബീച്ചിലേക്ക്. അടുത്ത് പോകുന്നത് ബട്ടർഫ്ലൈ ബീച്ചാണ്. ഓപ്പൺ ആണോന്ന് അറിയില്ല, ഓപ്പൺ ആണെങ്കിൽ അവിടെ കയറും. ഞാനിപ്പോൾ അതെ മേളിലാണ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. ഇതുണ്ടോ ഈ വഴി വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റി നമുക്ക് ഫോർട്ട് ചുറ്റാം. ഓക്കെ, അല്ലാതാണെങ്കിൽ ഇവിടെ നിന്ന് ആ ഒരു വ്യൂ എൻജോയ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ചെറിയൊരു അഡ്വഞ്ചറിന് വേണ്ടി ഞാൻ അവിടെ കൂടി വന്നിട്ട് ഇതാണ്ടോ ഇവിടെ നിൽക്കണേ പുള്ളി നടന്നു പോകണുണ്ടോ. ആ താഴേക്ക് ഇറങ്ങിപ്പോഴാണ് പുള്ളി എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്ടോ ആ ഒരു വ്യൂ നോക്കി അവിടേക്കൊക്കെ പോകട്ടോ വേണമെങ്കിൽ താഴെ കൂടി ഇറങ്ങി. ഞാൻ ജസ്റ്റ് മേളിൽ കയറിയാണ്. ഇതുണ്ടോ ഇവിടെ നല്ലൊരു വ്യൂ ആണ്, കോക്കനട്ട് ട്രീസ്. ഇതുണ്ടോ അതാണ് നമ്മുടെ പെബിൾസ് ബീച്ച് നേരത്തെ നമ്മൾ പോയ സ്ഥലം. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ കാരണം ഇവിടെ അവരൊന്ന് ഫോട്ടോ എടുക്കണേ, ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ആ ഒരു വ്യൂ എടുക്കാൻ. അപ്പോൾ താഴെ വന്നു. ഇവിടെ നല്ല ഇതുണ്ടോ, പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ. ഒരു 5-6 നിലത്ത് പൊക്കത്തിന് ഇതുണ്ട്, താഴ്ചയുണ്ട്, 5-6 നില താഴ്ച. പക്ഷേ ഈ ചെടി നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ആ വഴിയിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുണ്ടോ റൗണ്ടായിട്ടാണ് ഫോർട്ട് പോകുന്നത്. ഇവിടെ ഒരു വാഴ നിൽക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ, ഒരു പ്രത്യേകതരം വാഴയാണ്. ഞാൻ പലപ്പോഴും അവിടെ പെബിൾസ് ബീച്ചിൽ വരുമ്പോൾ ഈ സാധനം ശ്രദ്ധിക്കാറുണ്ട്. അതിൽ കൊലയും ഉണ്ടാവും, 5-6 പഴവും ഉണ്ടാവും. പക്ഷേ വ്യത്യാസമുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു നിൽക്കുന്ന രീതി. പറിക്കാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല, കാരണം ഇത് ഈ ഒരു ഇതിലാണ് നിൽക്കുന്നത്. സ്റ്റീപ്പായിട്ടുള്ള ആ കല്ലിൻ്റെ ആ ഒരു ഇതിലൊക്കെ ആയിരിക്കും മിക്കപ്പോഴും ആ സാധനം ഉണ്ടാവുക. നമ്മൾ റീസ് മാഗസ് ഫോർട്ടിൽ പോയപ്പോൾ അവിടെ നമുക്ക് ഫോർട്ടിൻ്റെ ഉള്ളിൽ കയറാൻ 50 രൂപ ചാർജ് ഉണ്ട് ഒരാൾക്ക്. പക്ഷേ ഈ ഫോർട്ടിൽ അങ്ങനെ ചാർജോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. മേ ബി ഒരു 1 or 2 years അതിനുള്ളിൽ ചാർജ് അവർ വെക്കും എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യണതാണ്. ഇവിടെ ഇപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ. 5:30 വരെയാണ് ഇവിടുത്തെ ടൈമിങ്. 5:30 ക്ലോസ് ചെയ്യും. അപ്പോൾ വരികയാണെങ്കിൽ 5:30 മുന്നേ വരിക. ഓക്കെ.